ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അല്ലേ, സാമൂഹ്യശാസ്ത്രം എക്സാമാണ് അടുത്ത് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓണം എക്സാമിൻ്റെ ഫസ്റ്റ് ടൈം എക്സാമാണ്. എല്ലാ പാഠഭാഗങ്ങളും പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നന്നായിട്ട് റീഡ് ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നോക്കാം. വില്ലേജ് യു ആർ ട്രാവലിംഗ് വിത്ത് ഫ്രണ്ട്സ് ടു പീലീസ് വില്ലേജ്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ സൈറ്റ്സ് ദാറ്റ് ഇംപ്രസ്ഡ് യു ഡ്യൂറിങ് ദ വിസിറ്റ്. അല്ലേ, നിങ്ങളെ ഫ്രണ്ടിൻ്റെ കൂടെ പീലീസിൻ്റെ വില്ലേജിലേക്ക് യാത്ര ചെയ്യണം. അവിടെ കണ്ട കാഴ്ചകൾ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. പീലീസ് വില്ലേജ് വെരി കാം ആൻഡ് ബ്യൂട്ടിഫുൾ. അല്ലേ, വളരെ ശാന്തമായിട്ട് മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ്. ദർ ആർ മെനി പോൺസ്. ഒരുപാട് പോൺസ് ഉണ്ട്, കുളങ്ങളുണ്ട്. ചിൽഡ്രൻസ് ലേൺ ടു സ്വിം ഇൻ ദീസ് പോൺസ്. ചിൽഡ്രൻസ് നീന്തൽ പഠിക്കുന്നുണ്ട്. ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫെസ്റ്റിവൽ. അവിടെ പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട്. ദർ ആർ മെനി പെഡി ഫീൽഡ്സ്. ഒരുപാട് നെൽപ്പാടങ്ങളുണ്ട്. ദർ ആർ വീക്ക്ലി മാർക്കേഴ്സ് ടു ബൈ ആൻഡ് സെൽ ദ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. വി റിയലി എൻജോയ് ദ ബ്യൂട്ടി ആൻഡ് പീസ്ഫുൾനെസ് ഓഫ് ദ വില്ലേജ്. There are many festivals that take place in your area. Write the name of 2 festivals. ഒരുപാട് ഫെസ്റ്റിവൽസ് നമ്മളെ ഏരിയയിലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു 2 ഫെസ്റ്റിവൽസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റിലേറ്റഡ് ടു അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ എഴുതാം? ഓണം ആൻഡ് വിഷു അല്ലേ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂറൽ അർബൻ ഡിഫറൻസസ്. എ ചൈൽഡ് ഹു വെൻ ടു സീ ദ സിറ്റി ഫ്രം ദ വില്ലേജ് സ്കൂൾ കംസ് ഹോം ആൻഡ് ടെൽ എ മദർ അബൌട്ട് ദ എക്സ്പീരിയൻസ് ഇൻ ദ സിറ്റി. റൈറ്റ് ഡൗൺ എനി 2 ഓഫ് ദീസ് എക്സ്പീരിയൻസ്. അപ്പോൾ ഒരു കുട്ടി വില്ലേജിലേക്ക് പോവുകയാണ് സിറ്റിയിൽ നിന്നും. അപ്പോൾ അവിടെ കണ്ട ഒരു എക്സ്പീരിയൻസ് സിറ്റീനെ കുറിച്ചിട്ടുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വില്ലേജിലത്തെ ഒരു കുട്ടി സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കാണുന്ന കാഴ്ചയെക്കുറിച്ച് അമ്മയോട് പറയാണ് അല്ലേ. ഒരു 2 എക്സ്പീരിയൻസ് എഴുതാനാണ് പറയുന്നത്. പീപ്പിൾ ആർ വെരി ബിസി ഇൻ സിറ്റി. ദർ ഈസ് ഹെവി ട്രാഫിക് ആൻഡ് ഹ്യൂജ് ബിൽഡിങ്സ്. ദ സിറ്റി ഈസ് ഫുൾ ഓഫ് പൊല്യൂഷൻ ലൈക്ക് എയർ വാട്ടർ പൊല്യൂഷൻ അല്ലേ. വേർ ഈസ് ദ നാറ്റീവ് പ്ലേസ് ഓഫ് ചെന്നൈ. ചെന്നൈൻ്റെ നാറ്റീവ് പ്ലേസ് ഏതാ? അസാമാണ്. റൈറ്റ് ദ സ്റ്റേറ്റ് ഫ്രം വേർ മെജോറിറ്റി ഓഫ് ഗസ്റ്റ് വർക്കേഴ്സ് കം ടു കേരള. മെജോറിറ്റി വർക്ക്സ് എന്താ? അസാം, ബീഹാർ, വെസ്റ്റ് ബംഗാൾ എക്സെട്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഹ്യൂമൻ ബിഗാൻ സെറ്റിംഗ് പെർമനൻ്റ്ലി നിയർ അഗ്രികൾച്ചറൽ സൈറ്റ്സ്. വാട്ട് വേർ ദ അഡ്വഞ്ചേഴ്സ് ഫോർ ഏർലി ഹ്യൂമൻസ് ഓഫ് സെറ്റിലിംഗ് permanently near agricultural sites. Again, availability of food items increased. There is no need to wander around in search of food. Got more time to rest. അടുത്തത്, വാട്ട് ഈസ് ബാർട്ടർ സിസ്റ്റം? എന്താണ് ബാർട്ടർ സിസ്റ്റം? ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് coinage, there was a practice of exchange is goods with each other. This method of exchange is known as barter system. Food and equality ആണ്. Who was the social reformer organism of Misra Bhojanam as the protest against the inequality? ഏതാണ്? സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ. Name the project launched by the government of Kerala for poverty alleviation. കുടുംബശ്രീ മിഷൻ. സോഴ്സസ് ഓഫ് ഇൻകം ആണ്. കംപ്ലീറ്റ് ദ ഡയഗ്രാം ഷോവിങ് ദ വേരിയസ് സോഴ്സസ് ഓഫ് ഇൻകം. സോഴ്സസ് ഓഫ് ഇൻകം ആണ് എംപ്ലോയ്മെൻറ്റ്, ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നെ ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് ഇൻകംസ്? അസറ്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, അഗ്രികൾച്ചർ ഉണ്ട് അല്ലേ. റൈറ്റ് എ നോട്ട് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ് ആൻഡ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. എന്തൊക്കെയാണ്? അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ് ഈസ് ദ വർക്ക് ഡൺ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സസ്. എക്സാമ്പിൾ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്, ഫൈബർ പ്രൊഡക്ഷൻ. ഇനി ഓൾ കൈൻഡ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ അഗ്രികൾച്ചർ എംപ്ലോയ്മെൻറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് നോൺ അഗ്രികൾച്ചറൽ എംപ്ലോയ്മെൻറ്റ്സ്. എക്സാമ്പിൾ എന്താണ്? ബിസിനസ്, ബാങ്കിങ്. ഇനി സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഗിവൺ ബിലോ ആർ ദ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം. ഐഡൻറ്റിഫൈ ദ ബെനിഫിഷ്യറീസ് ഓഫ് ഈച്ച് സ്കീം ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്.
ഏതാണ് നവജീവൻ പ്രൊജക്റ്റ് ബെനഫിഷ്യറീസ് ഏതൊക്കെയാണ്? സീനിയർ സിറ്റിസൺസ് ആണ്, പീപ്പിൾ വിത്ത് ഡിസബിലിറ്റി, വുമൺ. ഇനി കൈവല്യ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ് ആണ്. പിന്നെ ശരണ്യ ഏതാണ്? വുമൺ ആണ് അല്ലേ. ബി എന്താണ്? റൈറ്റ് ഡൗൺ എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് എൻ്റർപ്രൈസസ്. ഏതൊക്കെയാണ്? ഇൻഡിവിജ്വൽസ് ക്യാൻ ഏൺ ത്രൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിത്തൗട്ട് ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ്. ബ്രിങ് ന്യൂ ഐഡിയാസ് ആൻഡ് പ്രോഡക്ട്സ് ടു മാർക്കറ്റ്. The increase in the rate of clothing led to the invention of weaving replement. Prepare a note on the progress of cloth manufacturing. എന്തൊക്കെയാണ്? In the early days, clothes were made by hands using yarns from cotton and jute. They realized that clothes woven from yarns were better than animal skin. This led to the spread of woven clothes. The method of making cloth using wooden looms was developed later. This helped to increase the speed of weaving. The invention of handloom was a breakthrough in the field of cloth manufacturing. Clothes were colored with a dye made from indigo plant. The technique of weaving became more popular over the years. The handloom was later replaced by the power loom, and artificial dyes began to use to color clothes. അടുത്ത question, changes brought by the use of machinery in the manufactures of clothes. Right to. എന്തൊക്കെയാണ്? The invention of handloom, the invention of spinning jenny. Cloth as a weapon of agitation. In which year did the King of Travancore issue the proclamation granting women the right to wear the upper clothes? 1856. ആൻസർ ആണ് എന്താണ്? 1859 ആണ് കേട്ടോ. 1859 ആ നിയമം വന്നത്. ഇനി റൈറ്റ് any of the employment sectors in clothes manufacturing field. Weaving, costume design, embroidery. ഇനി C question, how did Gandhiji use chakra and khadi clothing as a weapon of agitation against the British? Gandhiji made khadi, charkha and boycott of foreign goods as a part of the freedom struggle. He encouraged khadi clothes made by spinning in the charkha. He exhorted people to wear khadi clothes. Gandhiji demanded to boycott foreign clothes by making and wearing indigenous clothes. Gandhiji turned the freedom struggle into a mass movement by making clothes as a weapon of struggle. Charkha became a symbol of the Swadeshi movement in Indian freedom struggle. Wearing khadi clothes and capes became a symbol of patriotism. അപ്പോൾ ഇത്രയാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എല്ലാവരും പാഠത്തിൻ്റെ കണ്ടൻറ്റൊക്കെ മനസ്സിലാക്കി വെക്കുക. സോഷ്യൽ സയൻസ് ആണ്, ഇയേഴ്സും ഒക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഓൾ ദ ബെസ്റ്റ്.